നോട്ടുകൾ അസാധുവാക്കിയ തീരുമാനത്തിൽ പാർലമെന്റിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് നേരെയുള്ള മിന്നലാക്രമണമാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനമെന്ന് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യസഭയിൽ നാളെ സർക്കാർ മറുപടി പറയും. ജനങ്ങളെ ബാധിക്കുന്നതും പ്രതിപക്ഷമുയർത്തുന്നതും സർക്കാരുമായി ബന്ധപ്പെട്ടതുമായ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ശൈത്യകാല സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് സമ്മേളിച്ച രാജ്യസഭ നോട്ട് പിൻവലിക്കൽ വിഷയം ചർച്ച ചെയ്തു. രാജ്യസഭാ പ്രതിപക്ഷ ഉപനേതാവ് ആനന്ദ് ശർമ്മ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളാണെന്ന നിലപാടിലേക്കാണ് ഭരണകൂടം എത്തിയിരിക്കുന്നതെന്ന് ആനന്ദ് ശർമ്മ കുറ്റപ്പെടുത്തി. സർക്കാർ നടപടി ജനങ്ങൾ സ്വീകരിച്ചതായും നോട്ട് പിൻവലിക്കൽ നടപടി മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിൽ അഴിമതിക്കാർ രക്ഷപ്പെടാനുള്ള നടപടി സ്വീകരിക്കുമായിരുന്നുവെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഊർജ്ജ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ऐसी परिस्थिति में तो गोपनीयता सबसे महत्वपूर्ण होती है और गोपनीयता के कारण ही आज बेईमानों को तकलीफ है, भ्रष्टाचारियों को तकलीफ है. പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് കഴിക്കാൻ ബെഡില്ലെങ്കിൽ കേക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞ ലൂയി 16ന്റെ ഭാര്യ അന്റോണിയേറ്റിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി താരതമ്യം ചെയ്തു. സർക്കാർ നടപടി മൂലം രാജ്യത്തെ സഹകരണ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും യെച്ചൂരി രാജ്യസഭയിൽ വ്യക്തമാക്കി. You are killing the poor. The small fish is dying. The crocodiles are actually enjoying their lives. നോട്ട് പിൻവലിക്കുന്നതിന് വേണ്ടി 10 മാസം നീണ്ടുനിന്ന മുന്നൊരുക്കം നടത്തിയതായാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ തീരുമാനം പ്രഖ്യാപിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ടും സാഹചര്യം അനിയന്ത്രിതമായി തുടരുകയാണെന്ന് BSP അധ്യക്ഷ മായാവതി കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ജനപക്ഷത്ത് പ്രതിപക്ഷമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KV തോമസ് MP, BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ, CPM നേതാവ് A സമ്പത്ത് MP, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, മാധ്യമപ്രവർത്തകൻ KVS ഹരിദാസ് എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു ചെറിയ ഇടവേള.